ഹരി ഓം. ഇന്ന് നമ്മൾ പോകുന്നത് മുംബൈയിൽ കഞ്ചൂർമാർഗ് എന്ന സ്ഥലത്തുള്ള മിനി ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ്. മുംബൈ നഗരത്തിൻ്റെ യാതൊരുവിധ കോലാഹലങ്ങളോ ബഹളങ്ങളോ ഒന്നും തന്നെ ബാധിക്കാത്ത ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതായത് നേവൽ ഡോക്യാർഡ് കോളനി, നേവൽ സിവിലിയൻസ് ഡോക്യാർഡ് കോളനി. അതിൻ്റെ ഉള്ളിലായി ഏക്കർ കണക്കിന് ഒരു വനപ്രദേശം പോലെയുള്ള സ്ഥലത്ത് കുന്നിൻ മുകളിലായി സ്ഥിതി ചെയ്യുന്ന അമ്പലമാണിത്. ഏകദേശം 50 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെയുള്ളവർ അറിഞ്ഞതാണ് അവർ ഒരു കച്ചാ റോഡായിരുന്നു. അതായത് സാധാരണ ഇങ്ങനെ പടിക്കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല, സാധാരണ ഒരു വഴിയായിരുന്നു. അതിൽ കൂടി അത് കയറിയിട്ടാണ് അവർ അമ്പലത്തിൽ പോകുന്നുണ്ടായിരുന്നത്. പിന്നീട് തദ്ദേശവാസികളായ ഭക്തരെല്ലാവരും തന്നെ ചേർന്ന് കോൺക്രീറ്റ് പടിക്കെട്ടുകൾ ഉണ്ടാക്കി. അതാണ് 108 പടികൾ എന്ന് പറയുന്നത്. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗം കൂടി ഇതിൻ്റെ പിൻഭാഗത്ത് കാണാൻ സാധിക്കും. ഇവിടെ മണ്ഡലകാലത്താണ് കൂടുതലായും തിരക്ക് അനുഭവപ്പെടുന്നത്. 41 ദിവസം ശബരിമലയിൽ പോകുന്ന അതേപോലെ തന്നെ എല്ലാവരും വ്രതമെടുത്ത് മണ്ഡലകാലം മുഴുവനും ശബരീശനെ തൊഴുവാനായി വരുന്ന ഭക്തജനങ്ങൾ ഏറെയുണ്ട്. മാത്രമല്ല ഈ 41 ദിവസങ്ങളും ഓരോ ദിവസങ്ങളും ഓരോ പ്രോഗ്രാം കാണും. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം ഭജന, കലാപരിപാടികൾ, പിന്നീട് ചണ്ഡികാഹോമം, വിഷ്ണു സഹസ്രനാമാർച്ചന, അങ്ങനെ ഓരോരോ പ്രോഗ്രാം, ഓരോരോ കലാപരിപാടി, ഓരോരോ പൂജാവിധികളും ഇവിടെ നടക്കുന്നതായിരിക്കും. ഡിസംബർ 25-ാം തീയതി ചിറപ്പ് കാണും. മാത്രമല്ല ഈ ശബരിമലയിൽ പോകാൻ സാധിക്കാത്ത ജനങ്ങൾ ഈ ഭഗവാന്റെ തിടമ്പേറ്റിക്കൊണ്ട് അവിടെ ആ ഭാഗം ഗണപതി അമ്പലത്തിൽ നിന്നും പുറപ്പെട്ട് പ്രൊസഷൻ, അതായത് താലപ്പൊലിയും ഒക്കെയായി ഭഗവാനെതിരേറ്റ് മുഴുവനും ആ നേവൽ കോളനിയും എല്ലാം ചുറ്റി പ്രദക്ഷിണം വെച്ച് വീണ്ടും അമ്പലത്തിലേക്ക് കയറുന്നു. അതായത് ശബരിമലയിൽ പോകുന്ന അതേ ഭാവത്തോടുകൂടി, അതേ ഭക്തിഭാവത്തോടും അതേ അനുഭവത്തോടും കൂടി എല്ലാവരും ഈ അമ്പലത്തിലും ഇരുമുടിക്കെട്ടുമായി കയറി പോകുന്ന ഒരു സംവിധാനവും ഇവിടെ ഉണ്ട്. അതായത് എന്തെങ്കിലും കാരണവശാൽ പ്രാർത്ഥിച്ച് പോകാൻ അങ്ങനെ സാധിക്കാറില്ല. അധികവും ഈ ശബരീശനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പോകാൻ സാധിക്കും. എന്നിരുന്നാലും കുറേ വയസ്സായവരോ അവരൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കയറാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർ ഇവിടെ അതേപോലെ മാലയിട്ട് 41 ദിവസം വ്രതമെടുത്ത് മാലയിട്ട് ആ ഡിസംബർ 25-ന് പ്രൊസഷൻ്റെ ഒക്കെ കൂടെ അവർ പ്രദക്ഷിണം വെച്ച് മല കയറി ആ ഒരു ശബരിമല തീർത്ഥാടനം പൂർത്തിയാക്കിയ ഒരു അനുഭവത്തോടുകൂടി തിരിച്ചു പോകുന്നവരുമുണ്ട്. ഇവിടെ എല്ലാ മാസങ്ങളിലും ഒരു ദിവസം സമ്പൂർണ്ണ നാരായണീയം, പിന്നീട് ധനുമാസ തിരുവാതിര നാളിൽ തിരുവാതിര ആർദ്രാചരണം, അങ്ങനെ ഓരോരോ കലാപരിപാടികളുമായി ഈ തദ്ദേശവാസികളെല്ലാവരും തന്നെ ആ സന്ദർഭങ്ങളിലെല്ലാം ഒത്തുകൂടി വളരെ സന്തോഷത്തോടും സഹകരണത്തോടും കൂടി അതിലെല്ലാം തന്നെ അവർ പങ്കുചേരുന്നു. അതെല്ലാം തന്നെ അവർ വിജയകരമായി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എല്ലാ വർഷവും നവംബർ ആദ്യവാരം, അതായത് തുലാമാസം ഇവിടെ സപ്താഹവും നടക്കുന്നുണ്ട്. ഇത്തവണ 8ാമത്തെ സപ്താഹം നടത്തി കഴിഞ്ഞു. അതിലും അതേപോലെ തന്നെ എല്ലാവരും തന്നെ വളരെ നന്നായി അതിൽ പങ്കുകൊള്ളുന്നു. ഇങ്ങനെ ഒരു അമ്പലം
എന്ന് മുംബൈയിൽ ഇങ്ങനെ ഒരു അമ്പലം എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ഒരു അതിശയമാണ്. അത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ അത് മനസ്സിലാകും. ചുറ്റും ശരിയായ ശബരിമല പോലെ തന്നെയാണ് ഇതും. അതുകൊണ്ട് അത് തന്നെ ആയിരിക്കാം ഇതിന് മിനി ശബരിമല എന്ന് പേരിട്ടത്. ഇതിന് തൊട്ടപ്പുറത്തായി തന്നെ ഓംകാരേശ്വർ ടെമ്പിൾ ഉണ്ട്, ദേവസ്ഥാനം. അത് ശിവലിംഗം അതാണ് പ്രധാന പ്രതിഷ്ഠ. അത് സ്വയംഭൂ എന്നും പറയപ്പെടുന്നു. അതായത് ആ അമ്പലത്തിന് ഇതിനേക്കാളും പഴക്കമുണ്ട്, മുന്നേ ഉള്ളതാണ് എന്നും പറയപ്പെടുന്നു. അത് അവിടെ വർഷത്തിൽ 2-3 ദിവസങ്ങളിൽ വളരെ ഗംഭീരമായി ആഘോഷം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ശിവരാത്രി ദിനത്തിൽ രാത്രി മുഴുവനും തിലഹോമവും മറ്റ് പൂജാ വഴിപാടുകളും ഒക്കെ തന്നെ അവിടെ നടക്കുന്നതായിരിക്കും. അതിൻ്റെ ട്രസ്റ്റും അതിൻ്റെ നടത്തിപ്പുകാർ മഹാരാഷ്ട്രയിൽ തന്നെയുള്ള ആൾക്കാരാണ്. ഹരി ഓം. ഇന്ന് എൻ്റെ അമ്പലയാത്ര ചാനലിൽ അവതരിപ്പിച്ചത് കല ഉണ്ണികൃഷ്ണൻ, എൻ്റെ സഹോദരി തുല്യയും ബെസ്റ്റ് കൂട്ടുകാരിയുമാണ്. അപ്പോൾ അവർ 10-38 വർഷമായി കഞ്ചൻമാർഗിൽ താമസിക്കുന്നു. അപ്പോൾ അവരുടെ അനുഭവം, അവർ കേട്ടറിഞ്ഞ കാര്യങ്ങൾ, അവരനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ, മിക്ക ദിവസങ്ങളിലും മണ്ഡലക്കാലത്തൊക്കെ ദിവസവും പോയി തൊഴുന്ന വലിയൊരു ഭക്തിയാണ് കലയെടുത്തി. അപ്പോൾ അത് കൂടിയും പറയാണ്ട് വയ്യ. പിന്നെ ഞാൻ ഇത് പറയുന്നതിൻ്റെ ഇടയിൽ അമ്പലപ്പടികളും കണ്ണിന് 108 പടികളും അതൊക്കെ കലയെടുത്തി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ലേ, അതൊക്കെ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ വീണ്ടും ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഭാഗവത സപ്താഹം നടക്കുന്ന ദിവസമാണ് ഞാൻ എത്തിയത്, ലാസ്റ്റ് ദിവസം. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം, ബാക്കി ഫോട്ടോസും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അദ്ദേഹത്തിന് യജ്ഞ ദക്ഷിണ നൽകുന്നതിന് വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ ട്രഷറർ അമ്പലത്തിൻ്റെ ട്രഷറർ ശ്രീ കൃഷ്ണപ്രകാശിയെ ക്ഷണിക്കുകയാണ്. സ്വാമി ശരണമയ്യപ്പ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. സമദ്ഭുതം പാദകമംബുജക്ഷണം ചതുർഭുജം ശങ്കഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗണശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രവയോധസമുപകം മഹാർഗവൈഡൂര്യകിരീടകുണ്ടലത്വിഷ പരിഷ്വക്ത സഹസ്രകുണ്ടളം കുന്താമകാഞ്ചം ഗതകങ്കണാദി വിരോചമാനം വസുദേവ ഐഷദാ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മറ്റൊന്നും പറയാനില്ല. ഇവിടെ സ്നേഹം തന്ന ശ്രീ